Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അപ്പോൾ എല്ലാവരും കേറട്ടെ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ട. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇവിടെ വരെയാണ്. ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നടത്തിയത്? പവർ പോയിന്റ് മൊത്തം കഴിഞ്ഞു. ഓക്കെ, പവർ പോയിന്റ് ആപ്ലിക്കബിലിറ്റി അല്ലെ, ഹോസ്പിറ്റലില് ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ആപ്ലിക്കബിലിറ്റി തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലെ. വായിച്ചു നോക്കി കാണാം. എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ നമുക്കറിയാം. പവർ പോയിന്റ് എന്താണെന്നുള്ള കാര്യം ഏകദേശം അല്ലെ. പ്രസന്റേഷൻ ആണ്, അത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി നമുക്ക് വിഷ്വലി ഇൻ കേസ് ഓഡിയോ ക്ലിപ്സും വീഡിയോ ക്ലിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ അല്ലെ എന്താണ് ഓഡിയൻസിന് പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്രിയേഷൻ സൃഷ്ടികള് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ഏതിന്റെ സഹായത്തോടെ? പവർ പോയിന്റിന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ അതിന്റെ ആപ്ലിക്കബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് പവർ പോയിന്റ് പൊതുവെ നമുക്കറിയാം ഹോസ്പിറ്റലിലും എന്താ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻ കേസ് പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. It makes the healthcare professionals able to create visually engaging presentations to give out lectures, conduct workshops, and provide teaching materials to staff members, medical students, and patients. ഇൻ കേസ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻ കേസ് എന്താണ് അവിടെയുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ടീച്ചിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇൻ കേസ് പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണെങ്കിലും
അല്ലെങ്കിൽ അല്ലെ അവിടെയുള്ള സ്റ്റുഡൻസിന് ഇൻ കേസ് നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പെട്ടെന്ന് അല്ലെ അവിടെ എന്താ എത്രയും പെട്ടെന്ന് തന്നെ അവരെ സഹപ്രവർത്തകർ ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് എന്താണ് ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം, ഇത് ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അവരിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഇൻ കേസ് സ്റ്റുഡൻസ് ആണെങ്കിലും ലെക്ചറൊക്കെ നല്ല രീതിയിൽ അല്ലെ വീഡിയോ ക്ലിപ്സും ഓഡിയോ ക്ലിപ്സ് ഒക്കെ ഉൾപ്പെടുത്തി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇൻ കേസ് പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ പേജ് നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് അതേമാതിരി തന്നെ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങളൊന്നും എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് ചില അല്ലെ നമുക്ക് നോട്ടുകളുടെ ഒപ്പം തന്നെ അല്ലെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ വിഷ്വലി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത് തന്നെയാണ് പറയുന്നത്. It makes the healthcare professional able to create visually engaging presentations to give out the lectures. അല്ലെ അത് കേസ് പഠിപ്പിക്കുന്നവർക്കാണ് കണ്ടക്ട് വർക്ക്ഷോപ്സ്, അതായത് പ്രാക്ടിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനാവാം. ആൻഡ് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് എന്തെങ്കിലും ടീച്ചിങ് കാര്യങ്ങൾ സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് എന്തുപയോഗിക്കാം, നമ്മുടെ പവർ പോയിന്റ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതിന്റെ താഴേക്കുള്ള പോയിന്റ്സ് നോക്കാം. അതിന്റെ പ്രത്യേകതകളാണ് എടുത്ത് പറയുന്നത്. ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എന്നാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പവർ പോയിന്റ് ഈസ് ജനറലി എംപ്ലോയിഡ് ഫോർ ക്ലിനിക്കൽ പ്രസന്റേഷൻസ്, കോൺഫറൻസസ് ആൻഡ് റൗണ്ട്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് ഇൻ കേസ് ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെ ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും എന്താണ് എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു പവർ പോയിന്റിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് it to display research findings, case studies, treatment protocols and clinical outcomes to their co-workers, encouraging knowledge sharing and professional advancement. അതായത് അവർക്ക് അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ചെറിയ എക്സാമ്പിളൊക്കെ പറഞ്ഞു ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കാണിക്കുന്ന അല്ലെ അത് എന്തുകൊണ്ടാണ് അത് എളുപ്പത്തിൽ അല്ലെ എന്തെങ്കിലും കേസ് സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ ഗവേഷണം നടത്താനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇൻ കേസ് ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ എന്താണ് അവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണെങ്കിലോ ഇൻ കേസ് നമുക്കറിയാം എല്ലാവരോടും സഹകരിച്ച് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് എല്ലാവർക്കും നോളജുകളൊക്കെ അല്ലെ അറിവുകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ ഒരു പവർ പോയിന്റ് കൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം ചിലർക്ക് എല്ലാവർക്കും അല്ലെ ചില ഐഡിയാസ് ഒന്നും മനസ്സിലാവണമെന്നില്ല അല്ലെ. അപ്പൊ അത് അറിയാവുന്നവർക്ക് ആ വീഡിയോ ക്ലിപ്സ് കണ്ടിട്ട് അത് എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പറഞ്ഞു തരാൻ ചിലപ്പോൾ ചില ഡോക്ടേഴ്സിനൊക്കെ സാധിക്കും അല്ലെ. അപ്പൊ സഹപ്രവർത്തകരുടെ ഇടയിൽ ഒക്കെ ആ വീഡിയോ ക്ലിപ്സ് കണ്ടിട്ട് എന്തോ ബുദ്ധിമുട്ടേറിയാതാണ്. അപ്പൊ അവരവരുടെ എന്താണ് റിപ്ലേസ് അവരവരുടെ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിന്ന് വർക്കിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്. അതായത് നമുക്കറിയാം ഇൻ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും അതായത് ഭരണ നിർവഹണ ഘട്ടങ്ങളിലാണെങ്കിലും ഇതിന്റെ ഈ ഒരു പവർ പോയിന്റ് അതിന്റെ ആ ടൂൾസ് അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്സ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് സെഷൻസ്. അതായത് തന്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴോ മീറ്റിങ്ങുകൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലാം കൂടി അല്ലെ വിപുലമായ എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എന്താണ് നമുക്കറിയാം ഇന്ന സമയത്ത് അല്ലെ ഈ ഒരു ബ്ലോക്കിലേക്ക് എല്ലാവരും കൂടി ചേരണം. ഇൻ കേസ് നമുക്കറിയാം അതിങ്ങനെ എന്താണ് അച്ചടി രൂപത്തിന് അല്ലെ കുറച്ച് മെസ്സേജസ് മാത്രം കൊടുക്കാതെ അതിൽ എന്തെങ്കിലും ഓഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ പോകാനൊക്കെ ആയിട്ട് ആരൊക്കെ പങ്കെടുക്കണം, ഏത് സമയത്ത് ചെല്ലണം, ഏത് ബ്ലോക്കിൽ പോകണം അല്ലെ അതൊക്കെ വിഷ്വലിയും ഓഡിയോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുകയാണെങ്കിൽ
എല്ലാവർക്കും പെട്ടെന്ന് ആശയം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയാണോ? കുറച്ച് സെന്റൻസ് രൂപയുടെ കൊടുക്കണേക്കാളും അല്ലെ നമുക്കറിയാം അത് വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ തയ്യാറാവണമെന്നില്ല അല്ലെ. ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇന്ന ബ്ലോക്കാണ് ഇന്ന സ്ഥലത്താണ് അല്ലെ. അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ പേരുകളൊക്കെ ചിലപ്പോഴെങ്കിൽ അതിൽ പ്രിന്റ് ഔട്ട് ആയിട്ട് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അതിൽ കാണിച്ചിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇൻ കേസ് ഓഡിയോ ക്ലിപ്സും ഉൾപ്പെടുത്താം. എന്താണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ട വീഡിയോസ് എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. അതേമാതിരി തന്നെ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ആശയങ്ങൾ എത്താനും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ശരിയാണോ? ആണോ? അപ്പൊ എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങൾ എടുക്കുമ്പോഴും എല്ലാം ഇതിന് ഒരു ഉപകാരപ്രദമാകാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും പറയുന്നത് എന്താണ്? ഇറ്റ് അസിസ്റ്റ് വിഷ്വലൈസിംഗ് ഡേറ്റ, പ്രസന്റിംഗ് റിപ്പോർട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് പോളിസീസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അതായത് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇൻ കേസ് ഹോസ്പിറ്റലിന്റെ ഇതായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ആശയങ്ങളെല്ലാം എല്ലാവരിലും ആശയങ്ങൾ എത്തിക്കാനായിട്ട് അല്ലെ നല്ലൊരു മാധ്യമമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ആരെയും ബോറടിപ്പിക്കാത്ത തരത്തിലുള്ള രീതിയിലായിരിക്കും അതിന്റെ അവതരണം. കാരണം അത് വിഷ്വലി അല്ലെ കാര്യങ്ങളെല്ലാം വിഷ്വലി കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് അല്ലെ. റിപ്പോർട്ടുകളെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിലും അത് വിഷ്വലി ആയിട്ടും മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കും അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ അല്ലെ നല്ല കാര്യക്ഷമമായ രീതിയിൽ തന്നെ നയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ഇത് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു പവർ പോയിന്റ് ടൂള് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് പവർ പോയിന്റ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെ. അവിടെ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്ന പവർ പോയിന്റ് ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്? എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഐഡിയ എന്താന്ന് മനസ്സിലാക്കുക. അതായത് വിഷ്വലി കൂടിയും അല്ലെങ്കിൽ ഓഡിയോ വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇൻ കേസ് പ്രവർത്തകരുടെ ഇടയിലും അതേമാതിരി തന്നെ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും എല്ലാവർക്കും തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഈവെന്റ്സ്. അതായത് ഹോസ്പിറ്റൽ ഓഫൻ ടേക്കൻ പാർട്ട് ഇൻ കോൺഫറൻസസ്, ഹെൽത്ത് ഫെയർസ് ആൻഡ് കമ്മ്യൂണിറ്റി ഈവെന്റ്സ്. PowerPoint permits them to create visually captivating presentations to display their services, their initiatives and achievements. അതായത് ഇൻ കേസ് നമുക്കറിയാം എന്താണ് എത്രയും പെട്ടെന്ന് അല്ലെ എല്ലാവരും എന്തെങ്കിലും ഫെയർവെല്ല എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടത്തപ്പെടുമ്പോഴും നമുക്കിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടുമ്പോഴോ അല്ലെ കൂടിച്ചേരലുകൾ എന്തെങ്കിലും വിളിച്ചു കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർവെല്ലുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴെല്ലാം ഇത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും എടുത്തു പറയാണ് എന്തെങ്കിലും അല്ലെ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടി നമുക്ക് എല്ലാവർക്കും അല്ലെ അപ്രിസിയേറ്റ് ചെയ്യത്തക്ക വിധത്തില് അതിനെ നല്ല പ്രസന്റിങ് രീതിയിൽ അല്ലെ ആരെങ്കിലും ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിലെ ഡോക്ടറൊക്കെ എന്തെങ്കിലും തലപ്പത്തിലേക്ക് അല്ലെ ഉയർത്തപ്പെടുകയാണ് എങ്കിലൊക്കെ നമുക്കറിയാം അവരെ അപ്രിസിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ക്ലിപ്സും ഓഡിയോസ് ഒക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ ഒരു പവർ പോയിന്റ് ടൂൾ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. കഴിയോ അങ്ങനെ അവതരിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമോ? അല്ലെ നമ്മൾ ഇൻ കേസ് ഒരു ബർത്ത്ഡേ വിഷസ് തന്നെ നമ്മൾ എങ്ങനെയാ ഇപ്പൊ ആഘോഷിക്കുന്നത്? അത് നല്ല അല്ലെ മോറലി നല്ല എന്താണ് ഓഡിയോസും നല്ല പാട്ടും സോങ്ങും അതേമാതിരി തന്നെ എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെ ബർത്ത്ഡേ പാർട്ടീസ് വരെ ആഘോഷിക്കാറ്. ശരിയാണോ? അല്ലേ?
ഓക്കെ, അപ്പൊ അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും അവാർഡും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെ, നല്ല ഒരു ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവതരണ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. These presentations aid hospital to attract the patients, then build a partnership and promote their brand image. In case നമുക്കറിയാം, ഇപ്പൊ മിക്കപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴും ഡോക്ടേഴ്സിനൊക്കെ വലിയ അല്ലെ സ്ക്രീനിൽ തന്നെ അവരുടെ പേരും അവരുടെ പദവിയും അവരെന്തെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യും ഇല്ലേ? ഡിസ്പ്ലേ ചെയ്യാറില്ലേ? ഇല്ലേ? മിക്കപ്പോഴും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേസ് ഒക്കെ വിഷ്വലി കാണാറില്ലേ? കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ അത് അങ്ങനെയുള്ള ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാത്രം നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഹോസ്പിറ്റലിലാണെങ്കിൽ അവരുടെ ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് അല്ലെ, അവരുടെ ക്രിയേറ്റ് വിഷ്വലി ക്യാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻ ടു ഡിസ്പ്ലേ ദെയർ സർവീസസ് അല്ലെ, അവരുടെ ആ സേവനങ്ങളെ കുറിച്ചിട്ട് ഒക്കെ അവർക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇനീഷ്യേറ്റീവ്സ്, അവരുടെ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളോ അതേമാതിരി തന്നെ മുൻകൈ എടുത്ത കാര്യങ്ങളൊക്കെ അവിടെ പ്രസന്റിലി അങ്ങനെ ചിത്രീകരിച്ച് നമുക്കറിയാം 1 by 1 ആയിട്ട് ഓരോ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറെ വിവരണങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി അവിടെ വരുന്ന പേഷ്യൻസ് ഒക്കെ എന്താണ്, അത് വിഷ്വലി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ ആക്ച്വലി അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എന്താ പ്രത്യേകത, അവിടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെ, ആ നല്ല ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഇദ്ദേഹത്തിനുണ്ട്, ഇത്രയും ലെവലിലൊക്കെ കുറെ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ഡോക്ടറൊക്കെയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു ഇംപ്രഷൻ അല്ലെ, അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അത് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് ലാസ്റ്റ് സെന്റൻസ് പറയുന്നത്. ദീസ് പ്രസന്റേഷൻസ് എയ്ഡ് ഹോസ്പിറ്റൽസ് ടു അട്രാക്ട് പേഷ്യൻസ്, ബിൽഡ് പാർട്ണർഷിപ്സ് ആൻഡ് പ്രൊമോട്ട് ദെയർ ബ്രാൻഡ് ഇമേജ്. അതായത് പേഷ്യൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇൻ കേസ് പങ്കാളിത്തം അല്ലെ, നമുക്കറിയാം അവിടെ പാർട്ണർഷിപ്പ് നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വലിയ വലിയ മുതലാളികൾക്ക് അല്ലെ നമ്മുടെ കുറച്ചും കൂടി പാർട്ണർഷിപ്പ് ഒക്കെ നേടാനൊക്കെ ആയിട്ടുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ബ്രാൻഡ് നെയിം അല്ലെ, ബ്രാൻഡ് ഇമേജസ്, നല്ല ഡോക്ടറാണ് അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഫെസിലിറ്റീസ് അല്ലെ, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഇമേജ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും എന്താ റേഡിയോളജി വിഭാഗമൊക്കെ നല്ല രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. നമുക്ക് വിഷ്വലി തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന റിസൾട്ടുകൾ കിട്ടുന്നു, ഇന്ന സമയങ്ങളിലൊക്കെ 24 hours ഒക്കെ ഇങ്ങനെ വർക്കിംഗ് ആണ്. അതൊക്കെ വിഷ്വലി എന്താണ് അത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള പേഷ്യൻസിനും ഓഡിയൻസിനും എല്ലാം തന്നെ മനസ്സിലാകാനും ദെൻ ഹോസ്പിറ്റലിന്റെ ഇമേജ് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. In short, Microsoft PowerPoint is a multi-faceted tool used in hospitals for medical education, clinical presentations, patient education, administrative motives, quality improvement initiatives, research, dissemination, internal communications and external events extremely happening. അതായത് നമുക്കറിയാം ഒരുപാട് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ തന്നെ ഈ ഒരു എന്താ പറയാ പവർ പോയിന്റിന്റെ ആ ഹെൽപ്പോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഒരു പ്രബന്ധങ്ങളോ അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ഗവേഷണ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇൻ കേസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റുകളോ ഇൻ കേസ് ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെ ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ബുക്ക്ലെറ്റിനും കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരു ഭരണ നിർവഹണത്തിൽ തന്നെ നല്ല നല്ല പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാനോ ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, അതായത് നല്ല ഗുണമേന്മയോട് കൂടിയിട്ടുള്ള വർക്ക് കാര്യങ്ങളല്ലേ അല്ലെ എന്തെങ്കിലുമൊക്കെ വിഷയം കൂടി വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും മുൻകൈ എടുക്കാനായിട്ടുള്ള കാര്യങ്ങളോ ഇതന്നെ നേരത്തെ പറഞ്ഞ പ്രബന്ധങ്ങൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഉള്ളിൽ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് എക്സ്റ്റേണൽ ഈവെന്റ്സ് എക്സ്ട്രീംലി ഹാപ്പനിങ് ഇൻ കേസ് എന്തെങ്കിലും അല്ലെ പുറത്തുള്ള സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെ പെട്ടെന്ന് തന്നെ അത് ഡിവിസിബിൾ ആയിട്ട് തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എന്താണ് പവർ പോയിന്റിന്റെ സഹായത്തോടു കൂടി തന്നെ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആക്ച്വലി എല്ലാവരിലേക്കും എന്താണ് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നു, ഒപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ ഇമേജും വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഇത് മൊത്തത്തിൽ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. ഇത് വിഷ്വൽ അപ്പീൽ, മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് ആൻഡ് കേസ് ഓഫ് യൂസ് മേക്ക് ഇത് എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ഫോർ effectively conveying healthcare information within hospital and beyond.
അതായത് നമുക്കറിയാം എല്ലാവർക്കും നല്ല രീതിയിൽ കൈമാറാനായിട്ട് അല്ലെ, എല്ലാവരിലേക്കും ആശയങ്ങളൊക്കെ എളുപ്പം തന്നെ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോസും ഓഡിയോസും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആശയങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് പവർ പോയിന്റ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ാണോ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്നുള്ളത്. ദെൻ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു, നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. മൈക്രോസോഫ്റ്റ് നമുക്കറിയാം ഇപ്പൊ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ, എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കാനായിട്ട് അതിൽ നമുക്കറിയാം വീഡിയോസും ഓഡിയോസും കേസ് ടൈപ്പിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഇതും എല്ലാവരും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. കാരണം അല്ലെ, വളരെ ബേസിക്കലി ഉള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിനെ വികസിപ്പിച്ച് എഴുതിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ മാനേജ്മെന്റ്, അനലൈസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. അതായത് ഇതിൽ നമുക്കറിയാം എന്താണ് ദൃശ്യരൂപത്തിന്, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് ടൈപ്പിംഗ് കൂടെ മാത്രമല്ല വിഷ്വലി മനസ്സിലാക്കത്തക്ക വിധത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വിലയിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഷോർട്ട് നോട്ട് ഓഫ്, അതായത് ഇതില് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്, പൊതുവേ നമുക്കറിയാം ചില കാര്യങ്ങൾ ചില സോഫ്റ്റ്വെയർ ചില പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക അല്ലെ. എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് എന്താ പറയാ, ഒരു ചെറിയ ആശയത്തിൽ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം, എക്സൽ എന്ന് പറയുന്ന ടൂള് പൊതുവെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ പവർ പോയിന്റ് ആണ് ആ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. ടൈപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ വേർഡ് ആണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങള് ഇങ്ങോട്ടേക്ക് എന്താ പറയാ, ഒന്നാമതായിട്ട് കമ്പ്യൂട്ടർ ആണ്, ചിലർക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ, പൊതുവെ എല്ലാവർക്കും എന്താ പറയാ. പക്ഷെ മസ്റ്റായിട്ട് മറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. കാരണം ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ലോകമാണ് അല്ലെ. ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്താ പറയാ, ബോറടിക്കുകയാണെങ്കിലും ഇതിൽ തന്നെ ലയിക്കാം. അപ്പൊ എക്സൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തിനാണ് പ്രിഫറൻസ്? ആക്ടിവേഷൻ. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ അല്ലേ. അതന്നെയല്ലേ മനസ്സിലായത്? ഞാൻ അടുത്ത് വരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്കാം അതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം, എന്താണ്? എക്സൽ പ്രൊവൈഡ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഫോർ ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡാറ്റ ഇൻ എ ടാബുലർ ഫോർമാറ്റ്. അതായത് നമുക്കറിയാം അത് എക്സൽ എന്ന് പറയുമ്പോൾ ആ സ്പ്രെഡ്ഷീറ്റിൽ നമുക്കറിയാം ടൂൾ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ ഒരു രീതി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൗസ് ഉപയോഗിച്ചിട്ട് എവിടെ വേണമെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, ഇതിന് വേണ്ടിയിട്ടാണോ ഓരോന്നും എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. Users can form worksheets, input data, and customize the layout, formatting, and formulas to meet their specific requirements.
അതായത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണത് പൊതുവെ എന്താണ് മാത്തമാറ്റിക്കലി കാര്യങ്ങൾ അല്ലെ നമ്മളെ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഇത് യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളോ എന്തെങ്കിലും ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള അതിനാവശ്യമായിട്ടുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ റിസൾട്ടുകൾ കിട്ടും. ഞാൻ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോമാറ്റ് ചെയ്യുന്നല്ലേ ഏതെങ്കിലും ഒരു രൂപരേഖയിലൊക്കെ ആയിരിക്കും. ഇൻ കേസ് ഒരു സാലറി അല്ലെ ഇത്രയും പേരുടെ സാലറി ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സാലറി കിട്ടുന്നവരെ എന്ന പ്രത്യേകം കേന്ദ്രീകരിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്താ പറയുന്നത് റിസൾട്ട്സ് ഫോം വർക്ക്ഷീറ്റ് ഇൻപുട്ട് ഡാറ്റ ആൻഡ് കസ്റ്റമൈസ് ദ ലേ ഔട്ട് അല്ലെ അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അത് വിവരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്? Excel offers a wide scope of functions, formulas, and data analysis tools that makes users able to carry out the complex calculations, statistical analysis, and mathematical operations on a large data sets. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് അല്ലെ നമ്മള് പൊതുവേ നമുക്കറിയാം കുറച്ച് കാര്യമൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ ഇൻ കേസ് ഒരു കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാം അല്ലെ. അതേസമയം കൂടുതലായിട്ടുള്ള വലിയ രീതിയിലുള്ള എമൗണ്ട് ഓഫ് അല്ലെ ലാർജ് എമൗണ്ട് ഓഫ് കാര്യം ഡാറ്റാസ് ആണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം അത് ആദ്യം തന്നെ എന്താണ് ഒന്നിച്ച് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യണം. അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ടനുസരിച്ചിട്ട് അതിനെ സോർട്ട് ചെയ്ത് ചിലപ്പോൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ വേർതിരിച്ച് എടുക്കണം അല്ലെ അത് മാറ്റിയെടുക്കണം. then അതിനുശേഷം ചില ഭാഗങ്ങൾക്കൊക്കെ ചില സെപ്പറേറ്റ് ഫോർമുലാസ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് അല്ലെ ബാക്കിയുള്ളതിനൊക്കെ വേറെ ഫോർമുലാസ് ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കുമോ? അല്ല അല്ലെ എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. നമുക്കറിയാം വർക്കിംഗ് ഡേയ്സ് ഒക്കെ അവരുടെ ഡിഫറെന്റ് തന്നെയായിരിക്കും അല്ലെ. അവരുടെ ഷിഫ്റ്റ് ഡിഫറെന്റ് ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പവുമല്ല അല്ലെ. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അപ്പൊ നോക്കാം അത് കൃത്യമായിട്ട് എടുത്തു പറയുന്നത് എക്സൽ ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫങ്ഷൻസ്. അതിന് ധാരാളം ഫംഗ്ഷൻ പ്രവർത്തനങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫോർമുലാസ് ഉണ്ട് അതില്. അതേമാതിരി തന്നെ എന്താണ് അനലൈസിസ് ടൂൾസ് ദാറ്റ് മേക്ക് യൂസേഴ്സ് ഏബിൾ ടു ക്യാരി ഔട്ട് കോംപ്ലക്സ് കാൽക്കുലേഷൻസ്. അതായത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് കൂട്ടാനുണ്ടാവും, കുറച്ച് ഹരിക്കാൻ അല്ലെ നമുക്ക് ഡിവിഷൻ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ഓരോ റിസൾട്ടിലേക്ക് എത്തേണ്ടത്. അപ്പൊ വ്യത്യസ്ത സങ്കീർണമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഓരോ കാര്യത്തിനുണ്ടാവാം. ദെൻ സ്റ്റാറ്റിക് അനലൈസിസ് ചിലപ്പോൾ ആണെങ്കിൽ സ്ഥിതിവിവര കണക്കുകളൊക്കെ കണ്ടെത്തേണ്ടതുണ്ടാവാം. അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓൺ ലാർജ് ഡാറ്റ സെറ്റ്. നമുക്കറിയാം ഇങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് വലിയ ഡാറ്റയിൽ നിന്നും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വൈഡ് സ്കോപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് തരുന്നുണ്ട്. Then it simplifies task like sorting, filtering, and summarizing data, making it a necessary tool for data-driven decision making. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അല്ലെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഫോർമുലാസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഡാറ്റയെ നമുക്ക് ആവശ്യാനുസരണം അത് സോർട്ട് ചെയ്തെടുക്കണം. അതായത് ഓരോ ഗണം തിരിക്കണം. ദെൻ അതിൽ ആവശ്യമില്ലാത്തതൊക്കെ ഫിൽട്ടർ ചെയ്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സ് അതിൻ്റെതായ സവിശേഷ ഘടകങ്ങളെല്ലാം എന്തിൽ അടങ്ങിയിട്ടുണ്ട്? എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ? എക്സലിലുണ്ട് അല്ലെ. എക്സൽ ഇതിലുണ്ട്. അതായത് എക്സലിലെ ആ ഒരു ഇത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന ഇയർ അടിച്ചു കൊടുത്തിട്ട് ഇന്ന ഇയറിലുള്ള ഡാറ്റാസ് മാത്രം വേണം അല്ലെ. അല്ലെങ്കിൽ ഇന്ന ആൽഫബറ്റിലുള്ള പേരുകൾ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്ന അനുസരിച്ചിട്ട് എന്താ തരും? അത് കൃത്യമായിട്ടുള്ള ഔട്ട്കം നമുക്ക് തരും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഓരോന്നിനെയും വേർതിരിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇന്ന വർക്കിംഗ് ഡേയ്സിൽ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്തവരെ മാത്രം എടുക്കണം,
അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ എക്സല് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കംസ് അത് പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുക, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. എക്സ്റ്റെൻസീവ് library of built-in formulas and functions permits the users to carry out the calculations on data automatically. അതായത് നമുക്ക് അറിയാം അല്ലെ, ആദ്യം നമ്മൾ ഈ സോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്താൽ മതി അല്ലെ. പിന്നെ റിപ്പീറ്റേഷൻ അവിടെ ചെന്ന് ആ ഫോർമുലയുടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആൻസർ അല്ലെ, കൃത്യമായിട്ട് തന്നെ ആൻസറുകൾ അതിനനുസരിച്ചിട്ട് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ്, പെട്ടെന്ന് എത്ര ബുദ്ധിമുട്ടേറിയ കാൽക്കുലേഷൻസും എന്താണ് ഈ ഫോർമുലാസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ, ഇതിലും ഡാറ്റ വിഷ്വലൈസേഷൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും കണക്കുകളൊക്കെ അത് വായിച്ചു നോക്കുക, അത്രയും എന്താണ് ഇത്രയും ലാർജ് ആണ് അല്ലെ, ഇതിന്റെ ഹ്യൂജ് എമൗണ്ട് ആണോ എന്നൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ചാർട്ട് രൂപേണയൊക്കെ കാണിക്കും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് വരും എന്താണ് ഏറ്റവും കൂടുതൽ ഇതിനാണ്, ഏറ്റവും കുറച്ച് ഇതിനാന്നൊക്കെ അല്ലെ. എന്തെങ്കിലും ചാർട്ടോ ഗ്രാഫോ ഒക്കെ കാര്യങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് തന്നെ ഇതിൽ പറയുന്നത് എക്സൽ പ്രൊവൈഡ്സ് സ്ട്രോങ് ചാർട്ടിംഗ് ടൂൾസ് ദാറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു put forward data visually through different types of charts, graphs and pivot tables. അതായത് പ്രധാനപ്പെട്ട ടേബിളുകളൊക്കെ നിർമ്മിക്കാനായിട്ടും ഗ്രാഫുകളൊക്കെ ഉണ്ടാക്കാൻ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഫീച്ചർ, അതായത് എക്സലിന്റെ ഫീച്ചേഴ്സ് ഹെൽപ്ഫുൾ ആണ്. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ടു എക്സ്പ്ലെയിൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോംപ്ലക്സ് ഡാറ്റ പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പൊ ബന്ധങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം, അല്ലെങ്കിൽ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള മാറ്റേഴ്സ് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ എന്താ പറയാ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അതിന്റെ ആ എമൗണ്ടും അത് കാര്യങ്ങളൊന്നും വായിച്ചു നോക്കണമെന്നില്ല അല്ലെ. ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്രാഫ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് പോർഷൻ ഉള്ളത് ഏതാണ്, അതിന്റെ ഒക്കെ ഇടയ്ക്ക് മിഡിലായിട്ട് നിൽക്കുന്നത് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ാണോ? അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. അടുത്തൊരു പോയിന്റും കൂടിയുണ്ട്. ാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ആരും ഒരു റിപ്ലൈ ഇല്ലേ? ഓണാക്കി വെച്ചിട്ട് വായിക്കാൻ എല്ലാവരും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തെങ്കിലും റിയാക്ട് ചെയ്യണ്ടോ? മനസ്സിലായിന്നോ? അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. സ്പീഡ് കൂടുതലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. കാരണം നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് അല്ലെ, എക്സലും പവർ പോയിന്റ് ഒക്കെയാണത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്? എക്സൽ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് മോഡലിംഗ്. അതായത് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വിലയിരുത്തലും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ വ്യാപകമായ രീതിയിൽ തന്നെ എക്സലിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. It offers specialized functions for financial calculations like NPV, net present value, IRR, internal rate of return, and financial forecasting. അതായത്
എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ അല്ലെ നമുക്കറിയാം പ്രത്യേക ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഒരു NPV കണ്ടുപിടിക്കാനാണ്. ഇൻ കേസ് NPV എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂ. അതായത് നമ്മുടെ വരവിനനുസരിച്ചിട്ട് എത്രത്തോളം ഈ ഫണ്ട് എങ്ങനെയൊക്കെയാണ് അത് ചെലവഴിച്ച് അത് പോയത് അല്ലെ, ആ ഒരു രീതി, ആ NPV പണത്തിന്റെ ആ വരവിന്റെയും പണത്തിന്റെ ആ ഒരു ഒഴുക്കിനെയും കുറിച്ചിട്ടുള്ള കമ്പാരിസൺ എത്രത്തോളമാണ് എന്നുള്ളത്, അത് എത്രത്തോളമാണ് പോയേക്കണേ എന്നുള്ളത് വിലയിരുത്താനൊക്കെ ആയിട്ട് NPV റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അതേമാതിരി തന്നെ IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ. അതെ, ഇന്റേണൽ റേറ്റ് റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അല്ലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇന്റേണൽ ആയിട്ട് അതിന്റെ ആ ഒരു റിട്ടേൺ എത്രത്തോളം എന്നൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട്. അതിന്റെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, നമുക്കറിയാം എന്ത് കാര്യമാണെങ്കിലും അല്ലെ ഇത്രയും വർഷത്തിലുള്ള നമ്മളിപ്പോ എന്തെങ്കിലും പെർസെന്റേജ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ്. ഒരു എവിടെയെങ്കിലും പിന്നെ ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു അല്ലെ, ഇത്രയും ശതമാനം പലിശയിലാണ്, അപ്പൊ ഇത്രയും ഡെപ്പോസിറ്റ് ഇട്ട് ഇത്ര വർഷം കൊണ്ട് നമുക്ക് എന്ത് റിട്ടേൺ കിട്ടും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാനായിട്ട് ആ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ഇത്രയും ബൾക്ക് അമൗണ്ടിന് അല്ലെ ഇത്രയും എമൗണ്ട് ബേസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഇൻഫോർമേഷൻസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും എന്താണെങ്കിലും അല്ലെ ഇത്രയും ഫണ്ട് നീക്കിയിരിപ്പുണ്ട്, അതിനെ ഓരോ ഭാഗത്തിനും വേണ്ടിയിട്ട് എത്ര ചെലവാക്കണം അല്ലെ, എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസൂത്രണ കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് ചെലവഴിക്കാനായിട്ട് പറ്റുക, അതേമാതിരി തന്നെ എത്രത്തോളം അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ഓരോത്തിലും ചെലവഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള അല്ലെ, പണത്തിന്റെ ഇടപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടുന്ന പണം അനുസരിച്ചിട്ട് നല്ല രീതിയിൽ അത് ചെലവഴിച്ചില്ല എങ്കിൽ നമുക്കറിയാം നഷ്ടത്തിലേക്ക് പോകും അല്ലെ. അതല്ല, നല്ല മിതമായ രീതിയിൽ നല്ല ബഡ്ജറ്റ് അല്ലെ പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ നമുക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് ചില ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നിനെ നീക്കിയിരിപ്പൊക്കെ എത്ര വെക്കാം, അങ്ങനെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. In short, Microsoft Excel is a multifaceted and widely used spreadsheet software that facilitates data management, analysis and visualization. അതായത് നമുക്കറിയാം അത് നല്ല രീതിയിൽ അല്ലെ ഡാറ്റകൾ എത്രത്തോളം ഉണ്ടോ അതിനെ നല്ല ചിത്രീകരിക്കുന്ന രീതിയിൽ, അതായത് ചാർട്ടോ അല്ലെങ്കിൽ ഗ്രാഫോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ വിലയിരുത്താനായിട്ടും മാനേജ്മെന്റിനെ നല്ല രീതിയിൽ ഇൻ കേസ് എന്തൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം, ഈ ഫണ്ടൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇറ്റ് ഈസ് വൈഡ് ഫീച്ചേഴ്സ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് മേക്ക് ഇറ്റ് ആണ് ഇൻവിറ്റബിൾ ടൂൾ ഫോർ ബിസിനസ്, ഫിനാൻസ് പ്രൊഫഷണൽസ്, അനാലിസിസ്റ്റ്, റിസർച്ചേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു വർക്ക് വിത്ത് ദ ഡാറ്റ. അതായത് ഒരുപാട് വിവരങ്ങൾ അടങ്ങിയ വ്യക്തികൾക്ക് അത് എങ്ങനെ ഒറ്റയ്ക്ക് ചിലപ്പോൾ കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ, എല്ലാം വായിച്ച് തിട്ടപ്പെടുത്തി എല്ലാത്തിലേക്കൊക്കെ ഒന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനൊന്നും പറ്റിയില്ല. ഒരുപാട് വിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഇൻഡിവിജ്വൽസ് ആണെങ്കിലും റിസർച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ വിലയിരുത്തൽ കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെ നമ്മുടെ സാമ്പത്തിക ആസൂത്രണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾക്കാണെങ്കിലും ഇതൊരു അവിഭാജ്യ ഘടകമായിട്ടുള്ള ടൂളാണ്. കാരണം കൃത്യമായിട്ട് തന്നെ ഇതില് പലതരത്തിലുള്ള ഫീച്ചേഴ്സുകളുണ്ട്, സവിശേഷതകള് ഈ എക്സലിലുണ്ട്. കാരണം അതിൽ എന്തൊക്കെയുണ്ടാവും, ഫോർമുലാസ്, ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെ സോർട്ട് ചെയ്യാനോ ഫിൽട്ടർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ വലിയ ബൾക്കായിട്ടുള്ള ഡാറ്റാസ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മെസ്സേജസ് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ഇയറിലോ അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ എമൗണ്ട് കുറഞ്ഞ അളവിലോ അങ്ങനെയൊക്കെയുള്ള പലതിന്റെയും ബേസിൽ തന്നെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്ത് എല്ലാ ഔട്ട്കംസും കറക്റ്റ് ആയിട്ട് പറയുന്നത് നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ എക്സല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതിനൊരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ട് എക്സലിന്റെ. ഓക്കെ, ഇത് മാതിരിയാണ് സെല്ല് അല്ലെ, വലിയ കുറച്ച് എമൗണ്ട് ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വലിക്കാനൊക്കെ അല്ലെ നീട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. then ഒരേപോലെ തന്നെയാണെങ്കിൽ അതിനനുസരിച്ച് സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ കണ്ടുവിടാറായിട്ടൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ
അത് ഏറ്റവും കൂടുതൽ ഏതാണോ കുറവേതെന്നൊക്കെ ഉള്ളത് കാണിക്കാനാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് കാണിക്കും. ഫോർമുലാസുകളൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഡേറ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? കുറച്ചും കൂടി ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷനും കൂടി ഉണ്ട്, നമുക്ക് എടുത്തു പോവാലോ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും. നമുക്കപ്പോ ഒരു ലെസൺ നെക്സ്റ്റ് എന്തായാലും അടുത്ത ക്ലാസ് കൊണ്ട് തീരുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നെക്സ്റ്റ് വാക്ക് എന്താണെന്നുള്ളത് പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ആ ഒരു ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ എന്താന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എന്താണെന്നുള്ളത് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. എന്താണ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസിൽ പറയുന്നത്? എക്സൽ ഓഫേഴ്സ് സ്ട്രോങ് ടൂൾ ഫോർ കൺട്രോളിംഗ് ആൻഡ് അനലൈസിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ. അതായത് ഒരുപാട് ഡാറ്റകൾ അല്ലെ, ഇൻഫോർമേഷൻസ് ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ അല്ലെ കൺട്രോൾ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സോർട്ട് ചെയ്യാൻ ഫിൽട്ടർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വിലയിരുത്താനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യൻസ് ഇൻഫോർമേഷൻസ്, financial data and inventory management can all be effective, efficiently planned and stored in Excel spreadsheets. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ റെക്കോർഡുകൾ ഉണ്ടാവും. ദെൻ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസുകളൊക്കെ മസ്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ കയറ്റി പോകേണ്ടതുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഡാറ്റാസ് നമുക്കറിയാം, ഫിനാൻഷ്യലി എന്ത് കാര്യമാണെങ്കിലും അല്ലെ ഓരോ ദിവസത്തെ നമുക്ക് എന്തെങ്കിലും ചെലവായത് എത്രയാണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ ഭാഗത്തെ അല്ലെ ഇന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മാത്രം സോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാനോ അങ്ങനെ എല്ലാത്തിനുള്ള സൗകര്യങ്ങള് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ എക്സൽ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ, അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് കാര്യങ്ങൾ ഇൻ കേസ് അവിടെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ അത് സ്റ്റോക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സാധനങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഷോർട്ടേജ് ഒന്നും ഇല്ല. ഇൻ കേസ് ഷോർട്ടേജ് ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊക്കെ അടുപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. The software's functionalities like sorting, filtering and data validation make usable to effectively find and analyze data, providing valuable insights for decision making and resource allocation. അതായത് നമുക്കറിയാം, അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ വിഭവശേഷി അവർക്ക് ഉണ്ട് അല്ലെ, മതിയായ ടൂൾസ് ഉണ്ടാവാം, മതിയായ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവാം, അതേമാതിരി തന്നെ മതിയായ മെഡിസിൻസ് ഉണ്ടാവാം, മതിയായ എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, എല്ലാം തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് മതിയായ രീതിയിൽ ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ നമുക്ക് അതിന്റെ ഷോർട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉണ്ടെങ്കിൽ ഓക്കെ, അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മൂവ്മെന്റ് അല്ലെ അതിന്റെ പാത അനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസിന്റെ അലോക്കേഷൻ അല്ലെ, നമ്മുടെ വിഭവശേഷിയുടെ ആ ഒരു വിഭാഗീയത നടത്താനായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എഫിഷ്യന്റ് അല്ലെ, മേക്ക് യൂസബിൾ ടു എഫക്റ്റീവ്ലി ഫൈൻഡ് ആൻഡ് അനലൈസ് ഡാറ്റ. ഡാറ്റകളൊക്കെ കിട്ടുന്ന ഡാറ്റകളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് വിശകലനം ചെയ്യാനായിട്ട്, വലിയ ഡാറ്റ ആണെങ്കിൽ അതിനെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അത് കൈകാര്യം ചെയ്യേണ്ട ആവശ്യകതമായ കാര്യങ്ങളിലേക്ക് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അല്ലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള വാലിഡേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എല്ലാത്തിനും എന്താണ് ഈ ഒരു എന്താണ് എക്സലിന്റെ ആ ഒരു ടൂൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. കേസ് നമുക്കറിയാം ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഒക്കെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അല്ലെ.
അപ്പൊ എക്സല് വഴിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അല്ലെ അവിടെ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ന ടൈമിലേക്ക് വന്നിരിക്കുന്ന പേഷ്യൻസ് അവരുടെ ആ ഒരു സമയക്രമം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഏത് സമയത്താണ് വന്നേക്കുന്നത്, അപ്പൊ ഇവർക്കുള്ള സമയം നെക്സ്റ്റ് പേഴ്സൺ അല്ലെ അടുത്ത പേഴ്സൺ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് എത്താനൊക്കെ ആയിട്ട് സാധിക്കും. ആൻഡ് ഓർഗനൈസ് ഡോക്ടർ ഷെഡ്യൂൾ അതേമാതിരി തന്നെ ഡോക്ടേഴ്സിനെ അതായത് ഡോക്ടേഴ്സിനൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അല്ലെ അവരുടെ സമയക്രമവും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇത് നേരത്തെ പഠിച്ചു പോയ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ആണോ നേരത്തെ ഞാൻ പറഞ്ഞതാണോ അത്? നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങള്? ഹോസ്പിറ്റലിനും അവൈലബിൾ ആയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, എക്സലിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ എക്സലിൽ പറഞ്ഞു അല്ലെ. അപ്പൊ ഓക്കെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അത് തന്നെ അവർ ഉദ്ദേശിക്കുന്നത് എക്സൽ കാൽക്കുലേഷൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്ക് ഇറ്റ് എ ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. അതായത് ഹോസ്പിറ്റലിന്റെ അല്ലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അല്ലെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പുതുക്കി പണിയണം അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് എന്ത് ചെയ്യണം, എന്തെങ്കിലും സ്റ്റോറിങ് കാര്യങ്ങളൊക്കെ അല്ലെ ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് എത്തിക്കണം. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്കറിയാം ഫിനാൻസ് അവിടെ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു എക്സൽ ടൂൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ വീണ്ടും പറയുന്നു ബൈ ഫോമിങ് സ്പ്രെഡ്ഷീറ്റ്സ് ഫോർ ബഡ്ജറ്റ് പ്ലാനിങ്, എക്സ്പെൻസ് ട്രാക്കിംഗ്, റവന്യൂ പ്രൊജക്ഷൻസ് ആൻഡ് കോസ്റ്റ് അനാലിസിസ് we can better handle finances, identify areas of improvement and make informed financial decisions. അതായത് നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യണം. വേണ്ടിവരുമോ? ആദ്യം തന്നെ ഫിനാൻസ് ഉണ്ടാവണം അല്ലെ, ഉണ്ടാവണ്ടേ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് അവിടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാവും അല്ലെ, അത് ലഭ്യമാകണം. വേണ്ടി വരുമോ? വേണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അതിനുശേഷം നമ്മൾ ഓരോന്നിനും എക്സ്പെൻസ് എന്താന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ ലഭ്യമായ ഫിനാൻസ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എത്രത്തോളം ചെലവ് വരുമെന്നും അത് കണ്ടെത്തണം. വേണ്ടി വരുമോ? അങ്ങനെ ആവശ്യം വരില്ലേ? ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഓരോ ഭാഗത്തിന് വേണ്ടിയിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫണ്ടൊക്കെ നീക്കി വെക്കുന്നത് അല്ലെ, ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു നല്ലൊരു ആസൂത്രണം അല്ലെ നല്ലൊരു ട്രാക്കിലൂടെയാണ് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എക്സലിനെ സംബന്ധിച്ച് നമുക്കറിയാം എത്രത്തോളം ഫണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ അതനുസരിച്ചിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് അല്ലെ ആ ഒരു വേ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്ന പോയിന്റ്. നോക്കാം, forming spreadsheet for budget planning, expense tracking, revenue projections and cost analysis, we can better handle finances, identify areas for improvement and make informed financial decisions. അതായത് നമ്മുടെ കയ്യിൽ അല്ലെ എത്രത്തോളം ഫണ്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബഡ്ജറ്റ് പ്ലാനിങ് തയ്യാറാക്കാം. ഇന്ന ഭാഗങ്ങളൊക്കെ പുതുക്കി പണിയാൻ ഇന്ന ഭാഗത്ത് മെഷീൻ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം, ബഡ്ജറ്റ് ഉണ്ടാക്കാം. ദെൻ എക്സ്പെൻസ് അത് എത്രത്തോളം എക്സ്പെൻസ് അവിടെ വേണ്ടി വരും എന്നൊരു ട്രാക്ക് അല്ലെ അതൊരു ട്രാക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ റവന്യൂ പ്രൊജക്ഷൻസ്, ഓക്കെ ഇവിടെ ഇന്ന സ്ഥാപനങ്ങൾ സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ ഈ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇന്ന നമുക്ക് നേട്ടങ്ങൾ വരുമാനം അല്ലെ റവന്യൂ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിന്റെ കോസ്റ്റ് അനാലിസിസ്, അതായത് നമുക്കറിയാം ഓക്കെ നമ്മൾ നീക്കിയിരിക്കാൻ പോകുന്ന ഫണ്ട് വെച്ചിട്ട് ഇന്ന വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെലവ് എത്രത്തോളം ഉണ്ട് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ചെലവും അനലൈസ് വിലയിരുത്താൻ സാധിക്കും. then we can better handle finance. അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ല രീതിയിൽ തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഐഡന്റിഫൈ ഏരിയ ഇംപ്രൂവ്മെന്റ് ആൻഡ് മേക്ക് ഇൻഫോർമഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. അപ്പൊ ഏതെങ്കിലും ഏരിയ ഇംപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ടും സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടും ഇല്ല. കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇൻവെന്ററി മാനേജ്മെന്റ്. അല്ലേ? ഓക്കെ. ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? എക്സൽ ക്യാൻ യൂസ് ഇറ്റ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി വിച്ച് ഇൻക്ലൂഡ്സ് മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ എന്തിനൊക്കെ സ്റ്റോക്ക് ആവശ്യമായിട്ട് വരും? ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പേഷ്യന്റ് അനുസരിച്ചിട്ടുള്ള അവിടെ അവർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമാണ് അല്ലെ? ബെൻകേസ്, ഗ്ലൗസ് അല്ലെങ്കിൽ ഗൗണ് അല്ലെ? എന്തേലും അല്ലെ? ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റേതായ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അവരെങ്ങനെ പരിചരിക്കുന്നതിന്റെ ഒപ്പം എക്യുപ്മെന്റ് സാധനങ്ങൾ അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ്? മരുന്നുകൾ അല്ലെ? ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്കറിയാം മരുന്നുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ഓക്കെ ആവണം അല്ലെ? അത് കൃത്യമായിട്ട് പോകണമെങ്കിൽ നമുക്കറിയാം അവിടെ കരുതിയിട്ടുണ്ടാവണം അല്ലെ? സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം എന്തെങ്കിലും ഷോർട്ടേജുകൾ ഉണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അത് സംഘടിപ്പിച്ച് അവിടെ ഷോർട്ടേജ് പരിഹരിച്ചു പോകണം. എങ്കിൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകുള്ളൂ. ഇൻ കേസ് എക്യുപ്മെന്റിന്റെ എന്തെങ്കിലും അപര്യാപ്തതയോ മെഡിസിന്റെ അപര്യാപ്തയോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള ആവശ്യകതയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ അപര്യാപ്തയോ ഉണ്ടായെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവലില് expiry rate and recording their holds. We can avoid scarcity of overstocking, optimize inventory turnover and reduce cost. അതായത് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെ? കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽ. നമുക്കറിയാം കമ്പ്യൂട്ടറിലാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇന്ന ഡേറ്റ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, ഇന്ന മെഡിസിൻ ഇത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, ഇന്ന എക്യുപ്മെന്റ് ഇത്ര സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോ ഡേറ്റ്സിലും ആവശ്യമായിട്ട് വരുന്ന ഒരു അളവിനെ കുറിച്ചിട്ടും അവർക്ക് ഒരു ധാരണയുണ്ടാവും അല്ലെ? അപ്പൊ അതനുസരിച്ചിട്ട് അവിടെ ഒക്കെയാണ് വലിയ ഷോർട്ടേജസ് ഒന്നും ഇല്ല എന്ന് തീരുമാനിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് അല്ലെ നമ്മൾ കമ്പ്യൂട്ടറിലേക്കൊക്കെ സേവ് ചെയ്യുന്നത്. അപ്പൊ ആ ഡേറ്റ് അനുസരിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ സ്റ്റോക്കിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇതിന്റെ സാധനം ഉണ്ടോ അല്ലെ? ലഭ്യമാണോ? അല്ലെങ്കിൽ ഇതിന് ആൾട്ടർനേറ്റീവ്സ് അല്ലെ? നമുക്ക് അതിന് പകരം ലഭിക്കാവുന്നതൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അതിന്റെ നോളജ് ഉള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വി ക്യാൻ അവോയ്ഡ് സ്കേഴ്സിറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്താണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? സ്കേഴ്സിറ്റി അല്ലെ? ദൗർലഭ്യം എന്നുള്ള കാര്യം വേണ്ടി വരില്ല. ഓവർ സ്റ്റോക്കിംഗ്, അതായത് ഒരുപാടായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യകത വരില്ല അല്ലെ? ഒരു മിനിമം നമുക്കറിയാം ചെലവഴിച്ചു പോകുന്ന അത്രയും മാത്രമാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ, അതായത് കൂടുതലുമല്ല കുറവില്ലാത്ത രീതിയിൽ തന്നെ ഒരു മിനിമം ലെവലില് എല്ലാ തരത്തിലുള്ള സ്റ്റോക്കുകളും ഇൻ കേസ് അത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്യുപ്മെന്റ് സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ് എന്തെങ്കിലും ആയിക്കോട്ടെ അതെല്ലാം തന്നെ ഒപ്റ്റിമൈസ് രീതിയിൽ അല്ലെ നല്ല മതിയായ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് ചെലവ് കുറച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ഹോൾസ് എന്ന് പറയുമ്പോൾ അത് വഹിക്കുക അല്ലെ? അവിടെ ഓർഡർ ചെയ്യേണ്ടതുണ്ട് അല്ലെ? ഇൻ കേസ് എന്തെങ്കിലും ഇല്ല എങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം അല്ലെ? ആൻഡ് റീ ഓർഡറിങ് ഹോൾസ് ഇൻ കേസ് ഷോർട്ടേജ് ആണ് എങ്കിൽ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സംഭവമാണ് അവിടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഓർഡർ ചെയ്യാം അല്ലെ? നമുക്ക് വേണമെന്ന് ഓർഡർ ചെയ്യാം. അപ്പൊ റെക്കോർഡ് ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ ആയിരിക്കും വിവാഹ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് ഓർഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആണോ? ഇൻവെന്ററി മാനേജ്മെന്റ് എപ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നത്? നമുക്ക് ഷോർട്ടേജ് ഉണ്ടോ എന്ന് കണ്ടെത്തുക. ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ
ഇതില് ഓക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് അല്ലേ നമ്മളിപ്പോ എല്ലാം ഇതെല്ലാം ഇതിൽ പെടുന്ന ഫീച്ചേഴ്സ് ആണെന്നുള്ളത് കാര്യമൊക്കെ മനസ്സിലാക്കുക. മിക്കതിലും ഇതിനെ പറ്റിയ ഫീച്ചേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താന്നൊക്കെ ഉള്ളത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോ ഇത് മോസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്, അതല്ലെങ്കിൽ കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്, ഇതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെസ്യൂംസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓക്കെ അല്ലേ? 3 ക്ലിയർ അല്ലേ? ആണോ? ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയാൻ നോക്കാം. അതായത് MS Excel offers a strong tool for controlling, analyzing vast amount of data. അതായത് ഒരുപാട് നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡാറ്റാസിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അല്ലെ നമുക്ക് വിലയിരുത്താനായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടത് വരുന്നത് എങ്ങനെയാ? നമ്മള് വലിയ ഡാറ്റയിൽ നിന്നും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ആ വലിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യണം അല്ലെ, തള്ളേണ്ടതുണ്ട്, ഫിൽട്ടർ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ആ വലിയ ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് എത്തണമെങ്കിൽ അതിനെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫോർമുലാസ് അപ്ലൈ ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു റിസൾട്ട് അല്ലെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് MS Excel offers a strong tool for controlling and analyzing vast amount of data. വലിയ എമൗണ്ട് ഓഫ് ഡാറ്റയെ വിലയിരുത്താനായിട്ടും അതേപോലെ തന്നെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ എക്സലിന്റെ ഫീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യൻസ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ all be efficiently planned and stored in Excel spreadsheet. എക്സൽ സ്പ്രെഡ്ഷീറ്റില് നല്ല രീതിയിൽ അല്ലെ, നല്ല എഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി എന്ന് വെച്ചാൽ കാര്യക്ഷമമായ രീതിയിൽ എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ഏതൊക്കെ കാര്യങ്ങളാണ്? ഇൻവെന്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻഷ്യൽ സംബന്ധം അതായത് സ്റ്റോക്ക് സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, സാമ്പത്തികം സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, പേഷ്യന്റിന്റേതായ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള റെക്കോർഡ്സ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കുകൾ പോലെയുള്ള എന്തെങ്കിലും റെക്കോർഡ്സ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അതിൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യന്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. The software functionalities like sorting, filtering and data validation make usable to efficiently, effectively and analyze data, providing valuable insights for decision making and resource allocation. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണെങ്കിൽ അതിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ എടുത്തതിന് ശേഷം എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം കാര്യക്ഷമമായ രീതിയിലൊക്കെ ഫണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും, വിലയിരുത്തപ്പെടേണ്ടതുണ്ടാവും ഡാറ്റകളൊക്കെ. അത് എന്താണോ അല്ലെ ഒരു തീരുമാനം എടുക്കുന്ന തലത്തിലേക്ക് ആ ഡാറ്റനെ നമുക്ക് വിലയിരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. റിസോഴ്സസ് ഇപ്പൊ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള വിഭവശേഷിയെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ സംഭവം അല്ലെ, ഹോസ്പിറ്റലിന്റെ ഏത് തരത്തിലുള്ള വിഭവങ്ങളെയും നല്ല രീതിയിൽ തന്നെ അലോക്കേറ്റ് ചെയ്യാൻ അല്ലെ, വിഭാഗീകരണം ചെയ്യാനായിട്ടും ഇത് സഹായകരമാണ്. ഇൻ കേസ് നമുക്കറിയാം ഇത്ര ഡേറ്റിനുള്ളിലുള്ള സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആകണം അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എപ്പോഴും 24 hours വർക്കിംഗ് ആയിരിക്കും അല്ലെ, അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അല്ലെ. ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കണം, എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കണം, മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കണം, എല്ലാം കൃത്യമായ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ അവൈലബിൾ ആവണമെങ്കിൽ എന്താണ് എപ്പോഴും നമ്മൾ സ്റ്റോക്കിനെ നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നതനുസരിച്ചിട്ട് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ നമ്മൾ എന്തെങ്കിലും ദൗർലഭ്യമുള്ളവരെയൊക്കെ എത്രയും പെട്ടെന്നൊക്കെ അത് അടുപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അല്ലെ റിസോഴ്സ് അലോക്കേഷനൊക്കെ നല്ല രീതിയിൽ നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.